കുഞ്ഞിന് 7 വയസ്സായോ? ഹായ്, ഐ ആം ഡോക്ടർ നീരജ, എ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേഷ്യൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് 7 ഇയർ. ഏകദേശം ഒരു 7 വയസ്സാകുമ്പം ബേബി ടീത്തും പെർമനൻറ്റ് ടീത്തും ഒരേ സമയത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മിക്സഡ് ടീത്ത് സ്റ്റേജിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ ഉണ്ടാവുക. നമ്മുടെ കുഞ്ഞിൻ്റെ പല്ലുകളും മുഖത്തിൻ്റെ ഷേപ്പും പുഞ്ചിരിയും എല്ലാം ഭാവിയിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ 7 വയസ്സെന്ന് പറയുന്ന സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചെറിയ പ്രായത്തിൽ പെട്ടെന്നൊരു പാരൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇഷ്യൂസ് ഈ കുഞ്ഞിന് ഉണ്ടാവാം. പക്ഷേ ഈ ഇഷ്യൂസ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അഡൽട്ട് സ്റ്റേജിൽ ആ കുഞ്ഞിൻ്റെ ഫേഷ്യൽ ഗ്രോത്തിനെ തന്നെ ബാധിക്കുന്നതായിരിക്കാം. അത് മനസ്സിലാക്കാനും ഏർലി ഡയഗ്നോസിസ് നടത്താനും ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിരതെറ്റിയ പല്ലുകൾ, ബൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, താടിയലിൻ്റെ വളർച്ച സംബന്ധമായ പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഗ്രോത്ത് മോണിറ്ററിങ്ങും പ്ലാനിങ്ങും വഴി തന്നെ നമുക്ക് ഇവയെല്ലാം എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുമ്പം നമുക്ക് ചില ഏർലി സിമ്പിൾ സ്റ്റെപ്സ് വഴി നാച്ചുറലി ഈ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ഗൈഡ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ വലുതാവാതെ നോക്കാനായിട്ട് സഹായിക്കും. അതേപോലെ പിന്നീട് പല്ലെടുക്കുക, സർജറി, അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് കുഞ്ഞിൻ്റെ ഒരു അഡൽട്ട് സ്റ്റേജിൽ ഒഴിവാക്കാനായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് പാരൻസ് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്മൈൽ ലോങ് ടേമിൽ സേഫാക്കി വെക്കാൻ കുഞ്ഞിൻ്റെ 7 വയസ്സിൽ നിങ്ങളുടെ പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്മൈൽ നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്.